നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ കായംകുളം മുതൽ ഓച്ചിറ വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ്. ഹരിപ്പാട് മുതൽ ഓച്ചിറ വരെയുള്ള വീഡിയോയ്ക്കകത്ത് നമ്മൾ മൂന്നാമത്തെ പാർട്ടായിട്ടാണ് കായംകുളം മുതൽ ഓച്ചിറ വരെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിപ്പം കായംകുളം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കായംകുളത്ത് നിർമ്മിക്കുന്ന വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഭാഗികമായിട്ട് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയുടെ നിർമ്മാണം തുടങ്ങാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ KPSC ജംഗ്ഷൻ ഭാഗത്തേക്കാണ് നേരെ പോകുമ്പോൾ ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് നടക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്ന വഴിക്ക് വലത്തേ സൈഡിലായിട്ട് കുറച്ച് ഫ്രിക്ഷൻ സ്ലാബ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ ഫ്രിക്ഷൻ സ്ലാബ് എന്ന് പറയുന്നത് ഈ ചെറിയ കോൺക്രീറ്റിൻ്റെ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഏറ്റവും ഹൈറ്റിലായിട്ട് എത്തുമ്പം ഈ ഭിത്തിയുടെ വലതു ഭാഗത്തായിട്ടും ഇടതു ഭാഗത്തായിട്ടും വരുന്ന ഭിത്തിയുടെ മുകളിലായിട്ട് പിറക്കി വെക്കുന്നതാണ്. അടുക്കി ഇങ്ങനെ നീളത്തിലായിട്ട് വരും. അപ്പോൾ ആ സാധനമാണ് ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് വരുന്ന പാർട്സാണ് ഈ ഫ്രിക്ഷൻ സ്ലാബ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് കുറച്ചും കൂടെ വരുമ്പം ഇവിടെ ഇടതു ഭാഗത്ത് കുറച്ച് സ്ഥലത്തായിട്ട് അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അവിടെയും ഓടയുടെ നിർമ്മാണമൊക്കെയാണ് നടക്കുന്നത്. ഇവിടുന്ന് മുമ്പോട്ട് കുറച്ച് ദൂരം വരെ അവർ വലത്തേ സൈഡിലായിട്ട് കുറച്ച് വിട്ടിലായിട്ട് തന്നെ അവർ ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് അതുവഴി വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയ റോഡ് ഇവിടുന്ന് നമ്മുടെ KPSC ജംഗ്ഷൻ എത്തുന്നിടം വരെ ഇടത്തേ സൈഡിലുള്ള പഴയ റോഡ് അവർ കുത്തിപ്പൊളിച്ചിട്ട് ആ ഒരു ടാറിങ് അവർ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. കുറച്ച് സ്ഥലത്തായിട്ട് ഇവിടുന്ന് കുറച്ച് വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ KPSC കഴിഞ്ഞേച്ച് വരുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് കുറച്ച് കൂട്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്ത് അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്തും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പം കുത്തിപ്പൊളിച്ചുകൊണ്ടിരിക്കുന്ന പണിയൊക്കെയാണ് നടക്കുന്നത്. കുറേയൊക്കെ കുത്തിപ്പൊളിച്ച് കുറേയൊക്കെ കൂട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് പോരി മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കായംകുളത്ത് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് നമ്മൾ KPSC ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കൃഷ്ണപുരം ഭാഗത്തേക്ക് പോകുമ്പോഴാണ്. അതിനിടയ്ക്കായിട്ടാണ് പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കായംകുളത്ത് അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ KPSCയിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും മെർജിങ് പോയിൻ്റ് വരുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നിക്കുന്ന ഒന്നിൽ കൂടുതൽ 2 മെർജിങ് പോയിൻ്റ് ചിലപ്പം കാണാനുള്ള സാധ്യതയുണ്ട്. അതായത് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലോട്ട് കയറാനുള്ള എവിടേക്കാണോ സർവീസ് റോഡും മെയിൻ റോഡും ഒരേ ലെവലായിട്ട് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും മെർജിങ് പോയിൻ്റ് വരുന്നത്. നമ്മൾ KPSC ജംഗ്ഷൻ എത്തുന്നിടം വരെയുള്ള ഭാഗത്ത് കണ്ട് ഇപ്പം ഇടത്തേ സൈഡിൽ നിന്ന് പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. മുമ്പോട്ട് വരുന്ന വഴിക്ക് ഇനി ഇവിടെ വലത്തേ സൈഡിലായിട്ട് പഴയ പോസ്റ്റുകളൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിടുന്ന പണിയൊക്കെ കുറച്ച് വൈകിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് പണി നടക്കുന്നത്. ഇവിടുന്ന് കുത്തിപ്പൊളിച്ച് ഒരു പഴയ റോഡ് കുത്തിപ്പൊളിച്ച് പൊടിച്ച ആ ഒരു മണ്ണ് കൊണ്ടുവന്ന് ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ KPSC ജംഗ്ഷനിലെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മൾ പഴയ റോഡിലോട്ട് വഴിതിരിച്ച് വീണ്ടും വിടുകയാണ്. പിന്നെ തെക്കോട്ട് പോകുന്നത് പഴയ റോഡിൽ കൂടിയാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇവിടം മുതൽ, അതായത് KPSC ജംഗ്ഷൻ മുതൽ നമ്മൾ MSM കോളേജ് കഴിയുന്നിടം വരെയായിരുന്നു ചെയ്തത്. അന്നേരം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വലിയ പണികളൊന്നും വലിയ ആക്റ്റീവായിട്ട് നടന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് പണി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ KPSC ജംഗ്ഷനിൽ നിന്ന് നേരെ ഓച്ചിറയിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ഏരിയയിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം ആ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് ക്രഷ് ചെയ്തത് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കൂട്ടിയിട്ടിരിക്കുന്ന കാണാൻ പറ്റും വലത്തേ സൈഡിലായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ പണി ഇച്ചിരിയുടെ ആക്റ്റീവായിട്ടുണ്ട്. വലത്തേ സൈഡിലായിട്ട് തന്നെ ആ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ കോൺക്രീറ്റ് ഭിത്തി അതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. പിന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. വലത്തേ സൈഡിലായിട്ട് നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ വലതുഭാഗത്തും റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് അവിടെ ഇപ്പം കുറച്ചിലോട് മണ്ണ് കൊണ്ടുവന്നിട്ട് ഓരോ ലെയറും ഇടിച്ചുറപ്പിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്ന് മണ്ണ് ഇട്ടുകൊണ്ടിരിക്കുന്ന പണിയാണ് നടക്കുന്നത്. മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് ഈ ക്രാഷ് ബാരിയർ നിർമ്മാണം കുറച്ച് ലെങ്തിലായിട്ടൊക്കെ ദൂരെ കഴിഞ്ഞാണ്. പിന്നെ ഇടത്തേ സൈഡിൽ ഇപ്പം റിട്ടേണിംഗ് വാളാണ് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൃഷ്ണപുരം ഭാഗത്തേക്ക് വരുമ്പോൾ വലത്തേ സൈഡിലായിട്ട് കുറേ ലോഡ് മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ കുറേ വരിക്കായിട്ട് തന്നെ പഴയ പോസ്റ്റൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നിൽപ്പുണ്ട്. വലത്തേ സൈഡിലൊക്കെ ഇനി ഡ്രൈനേജിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കണം. അതേപോലെ തന്നെ 2 സൈഡിലൊക്കെ ആയിട്ട് പോസ്റ്റ് കൊണ്ടുവന്ന് ഇടേണ്ട പണിയും ഈ ഒരു ഭാഗത്തായിട്ട് നടക്കാനുണ്ട്. ഇടത്തേ സൈഡിലായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിൽ ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞിട്ട് അവിടെ
അവിടെ ഇപ്പം മെറ്റൽ കൊണ്ടുവന്നിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് കൃഷ്ണപുരത്തെ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പം ഗർഡറുകളായിരിക്കത്തില്ല ഉപയോഗിക്കുന്നത്, അടുത്തടുത്ത് തന്നെ പിയറുകൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ തട്ടടിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 പിയറുകൾ തമ്മിൽ മേളിലിപ്പം കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വലത്തേ സൈഡിലായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുക്കടയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ വലത്തേ സൈഡിൽ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ഇവിടെ ആ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആ ഒരു കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം കുറച്ച് പൂർത്തിയായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് മുക്കടയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടുന്ന് ഒരു ഓച്ചറയിലോട്ട് പോകുമ്പോൾ ഒരു വളവാണ്, വലിയൊരു വളവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇടത്തേ സൈഡിൽ നിന്നും കുറച്ച് സ്ഥലം അധികം എടുത്തുകൊണ്ടാണ് അവിടെ ഇപ്പം ഒരു വളവ് ഭാഗത്തായിട്ട് തന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണമൊക്കെ നടക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണും അത്രയും സ്ഥലം അധികമായിട്ട് അവിടെ കിടപ്പുണ്ട്. ആ ഒരു വളവിൻ്റെ കാഠിന്യം അറിയാതിരിക്കാൻ വേണ്ടി കൂടുതൽ ഇടത്തേ സൈഡിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തുകൊണ്ടാണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുക്കടയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടക്കുന്നത്. അപ്പുറത്തെ സൈഡിലായിട്ട്, അതായത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലായിട്ട് മണ്ണധികം കൊണ്ടുവന്നിട്ടിട്ടില്ല, ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തുന്ന പണി നടക്കുന്നത്. പിന്നെയും ഇവിടെ വലത്തേ സൈഡിലൊക്കെ കുറച്ച് ഹൈറ്റിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് ഓച്ചറ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ വലത്തേ സൈഡിലായിട്ട് അത്യാവശ്യം ആ ഒരു ഭിത്തി നിർമ്മിച്ചതിന് ശേഷം അവിടെ വലത്തേ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഓടയുടെ നിർമ്മാണവും പൂർത്തിയായി അവിടെ നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ അത്യാവശ്യം നല്ല പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓച്ചറ ഭാഗത്തേക്ക് വരുമ്പം ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടത്തേ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള പണി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്ത് അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും അത്യാവശ്യം വലത്തേ സൈഡിലും ഇടത്തേ സൈഡിലും ഒക്കെ ആയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇപ്പം 2 സൈഡിലും ഇപ്പം മെറ്റിലൊക്കെ ഇട്ട് നിരത്തി വരുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും പഴയ പോസ്റ്റുകൾ 2 സൈഡിൽ നിൽപ്പുണ്ട്, അതെടുത്ത് മാറ്റണം. പിന്നെ പുതിയ പോസ്റ്റുകൾ ഇവിടെയും സ്ഥാപിക്കാനുണ്ട്. ഒത്തിരി സ്ഥലത്തൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ വീഡിയോ കണ്ട പല സ്ഥലങ്ങളിലും പോസ്റ്റൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് പൂർത്തിയാവാനുണ്ട്, കൊണ്ടുവന്നിടാനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ദാണ്ട് ക്രാഷ് ബാരിയർ നിർമ്മാണം തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ണ് മാറ്റിക്കൊണ്ട് ആണ് ഇപ്പം ക്രാഷ് ബാരിയർ നിർമ്മാണം നടക്കുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്ന വഴിക്ക് നമുക്ക് കുറേ ലോഡ് മണ്ണല്ല മെറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാണാൻ പറ്റും. തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളിലാണ് ഇപ്പം മെറ്റിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇനി അത് ഇറക്കേണ്ട പണിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇറക്കി കഴിഞ്ഞാണ്, നമ്മളിപ്പം 2 ദിവസത്തിന് മുമ്പേ എടുത്ത വീഡിയോ ആണിത്. അപ്പം പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഓച്ചറയിൽ നിർമ്മിക്കുന്ന വെഹിക്കുലർ അണ്ടർപാസ്, വലിയ അണ്ടർപാസ്സാണ് അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മളിപ്പം കാണുന്ന ഈ ഇടത്തേ സൈഡിൽ നിന്ന് തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പം ഇടത്തേ സൈഡിലായിട്ട് കാണാൻ പറ്റും. ആദ്യത്തെ 2-3 പീസ് ഇങ്ങനെ വെച്ച് പൊക്കിയതേ ഉള്ളൂ. ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് നടക്കാനുള്ളത്. വലത്തേ സൈഡിലായിട്ട് തുടങ്ങാത്തതിൻ്റെ പ്രധാന കാരണം വലത്തേ സൈഡിൽ കൂടിയാണ് ഇപ്പം നിലവിലെ റോഡ് കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടി വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ട് വേണം ഇനി വലത്തേ സൈഡിലേക്ക് ഈ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയെ തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു സൈഡിലെ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത സൈഡിലെ ടോപ്പ് കോൺക്രീറ്റിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണം കുറച്ച് ലെങ്തിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് 2 സൈഡിലും കുറച്ച് നീളത്തിലായിട്ട് തന്നെ ഒരു റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം കൂടി ഈ ഒരു ഭാഗത്തായിട്ട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. പഴയൊരു തോട് അതുവഴി കടന്നു പോകുന്നുണ്ട് തന്നെ. അവിടെ അതിൻ്റെ പണിയും കൂടെ പൂർത്തിയാക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇപ്പം ഇടത്തേ സൈഡിലായിട്ടാണ് ഒരു സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് മീറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ടുണ്ട്. പിന്നെ വലത്തേ സൈഡിൽ മുമ്പോട്ട് വരുന്നിടത്ത് കുറച്ച് ലെങ്തിലായിട്ട് അവരും അവിടെ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ടുണ്ട്. എങ്കിലും ഇവിടെ വലത്തേ സൈഡിലൊക്കെ ആയിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് പണി ബാക്കി കിടപ്പുണ്ട്. വലത്തേ സൈഡിലൊക്കെ ആയിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി കുറേ ഗ്യാപ്പിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കോൺക്രീറ്റ് പണി, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇത്രയും പണിയൊക്കെയാണ് നമ്മൾ ഓച്ചറയിൽ അണ്ടർപാസ് കഴിഞ്ഞാഴ്ച വരുമ്പോൾ ഉള്ള
പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പോട്ട് വരുന്നിടത്ത് ഇതേപോലെ തന്നെ ഇടത്തെ ഈ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് പണി നടന്നിരിക്കുന്നത്. മെറ്റിലിട്ട് കൂടുതൽ ഭാഗം അവർ നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇവിടെ ആദ്യം ടാർ ചെയ്ത് വിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി വഴിതിരിച്ചൊക്കെ വിടണം. പണിയൊക്കെ 100% നിർമ്മാണം നടക്കുന്നിടത്ത് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഇറ്റാച്ചിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കിടന്ന് ഓടുന്നുണ്ട്. ഇപ്പം മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പണി ഇപ്പം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മളിപ്പം 2 ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇവിടെയും കുറച്ച് ഫ്രിക്ഷൻ സ്ലാബ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ഓച്ചിറയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ നമ്മൾ നേരെ ഓച്ചിറ എൻ്റെ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് പിന്നെ ഒരു ടോൾ പ്ലാസ, കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസ വരുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ കല്ലുവാതുക്കലാണ് പിന്നെ ഒരു ടോൾ പ്ലാസയും വരുന്നത്. കൊല്ലം ജില്ലയിൽ പിന്നെ 2 ടോൾ പ്ലാസയാണ് വരുന്നത്. ഒന്ന് ഓച്ചിറ കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്നിടത്തും പിന്നെ കല്ലുവാതുക്കൽ കഴിഞ്ഞ് പിന്നെ പാരിപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്കും ഒരു ടോൾ പ്ലാസയുണ്ട്. അങ്ങനെ 2 ടോൾ പ്ലാസയാണ് കൊല്ലം ജില്ലയിലുള്ളത്. നമ്മുടെ അപ്ഡേറ്റ് ഇവിടെ വരെയാണ്. കായംകുളം മുതൽ ഓച്ചിറ വരെയുള്ള പുതിയ അപ്ഡേറ്റ് ഇതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.